അസ്സലാമു അലൈക്കും മുത്തുമണികളെ. ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു ഉന്നക്കായയുടെ അതേ രൂപത്തിൽ ഉന്നക്കായ തന്നെ ഉണ്ടാക്കുന്നു. പക്ഷെ ഉന്നക്കായെ പോലെ തന്നെ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആകൃതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഉന്നക്കായയുടെ രൂപത്തിലാണ് ഉന്നക്കായ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. നന്നായി പഴം പുഴുങ്ങിയതിന് ശേഷം അതൊരു മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കുക. അതിന് ശേഷം നെയ്യിൽ ഈ മാവ് ആക്കിയതിന് ശേഷം നെയ്യിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഏലക്കപ്പൊടിയും പഞ്ചസാരയും നെയ്യും ഇതൊക്കെ നന്നായി വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പഴം പുഴുങ്ങിയത് വാട്ടില്ലേ, അത് പുഴുങ്ങാതെ നമ്മൾ മുറിച്ചിട്ട് വാട്ടില്ലേ അത്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി രീതിയിൽ. പക്ഷെ ഉന്നക്കായ ഇതൊന്നും അതേ രുചി. പക്ഷെ അതിൻ്റെ ഫില്ലിങ് ഉള്ളിലാണ്. പക്ഷെ ഇത് ഫില്ലിങ്ങൊക്കെ മൊത്തത്തിൽ കുഴച്ചിട്ട് ഒരു മാവിൻ്റെ രൂപത്തിലാക്കിയത്. ഞാനിപ്പം വളരെ കുറച്ച് എണ്ണയാണ് കേട്ടോ, 2 സ്പൂൺ ഉണ്ടാവും, വളരെ കുറച്ച് എണ്ണ എടുത്തിട്ട് അതുണ്ടാവും കുറച്ചാണ്. പക്ഷെ അതിലാണ് ഇതിട്ട് കൊടുത്ത് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്. അല്ല അതിൻ്റെ മുകൾവശം മാത്രം ഒന്ന് പൊരിഞ്ഞ് വരുന്നതിനുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തും. മുത്തുമണി കമൻറ്റ് ചെയ്യും പ്ലീസ്. മുത്തുമണികളെ ലൈക്ക് ചെയ്യൂ മുത്തുമണികളെ. അൽഹംദുലില്ലാ, സുഖമല്ലേ? അസ്സലാമു അലൈക്കും.